എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതൊരു നാടൻ പലഹാരമാണ്. 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് സമയം മതി. അതായത് ഗോതമ്പ് പൊടി, പിന്നെ തേങ്ങ, ശർക്കര, ഇത്രയും മാത്രം. ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. അപ്പോൾ എങ്ങനെയാണ്, ഉള്ളിലൊരു ഫില്ലിംഗ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതൊക്കെ സാധാരണ മിക്കവാറും എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ അട നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഉണ്ടാക്കുന്ന അത് തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വളരെ ചെറിയൊരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വരും നമ്മുടെ വീഡിയോയിലേക്ക്. ഇവിടെ ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അത് നമ്മളുടെ ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് നമുക്ക് ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴയ്ക്കുന്നത്. എന്നിട്ട് ഈ ചൂടുവെള്ളം ഒരു പാത്രത്തിൽ ഞാനവിടെ മാറ്റി വെച്ചിട്ടുമുണ്ട്. ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് ശർക്കര, പൊടിച്ച ശർക്കര, ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് തന്നെ അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച്, ഇത് 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ്. അതിലേക്കൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. കണ്ടില്ലേ, നല്ലതുപോലെ ഒന്ന് ഉരുക്കി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരു 1/4 കപ്പ് തന്നെ തേങ്ങയും എടുത്തിട്ടുള്ളൂ. ഞാൻ ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1/4 കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. കണ്ടില്ലേ, ഇനി ഇതിനകത്ത് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയോ ചുക്കിൻ്റെ പൊടിയോ ജീരകപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഫ്ലേവറിന് വേണ്ടി ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇലയിലാണ് ഈ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇല കഴുകി എടുത്തിട്ട് അതൊന്ന് അടുപ്പിൻ്റെ ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പോകില്ല ഇല. നോക്കി, ഇല ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗോതമ്പിൻ്റെ ഇത് ഞാൻ പറഞ്ഞില്ലേ, അധികം വെള്ളം ചേർക്കാതെയാണ്, കുറച്ച് വെള്ളം, അതൊരു ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടെ ഒരു ലൂസായിട്ടാണ് കുഴച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ചൂടുവെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും ഇത് അടയ്ക്ക് പരത്തുമ്പോൾ ആ വെള്ളം തൊട്ടാണ് പരത്തുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ആകും, നല്ലതുപോലെ പരത്തിയെടുക്കാനും പറ്റും. അങ്ങനെ വെള്ളമാണ് ഇത്, ആ ചൂടുവെള്ളം കൊണ്ടാണ് ഈ തൊട്ട് പരത്തിയെടുക്കുന്നത്. അങ്ങനെ നല്ലതുപോലെ പരത്തിയതിന് ശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ തേങ്ങ ശർക്കര കൂട്ട്, അതിലേക്ക് ഒരു 2 സ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇലയൊന്ന് അടച്ച് ഒന്ന് മടക്കിയാണ് എടുക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാൻ വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ അട ഉണ്ടാക്കുമ്പോൾ ഇല മടക്കുന്നത് ഇതേപോലെയാണ്, കണ്ടോ. അപ്പോൾ പുറത്തേക്കൊന്നും പോകാതിരിക്കും. പിന്നെ ഇല ഒന്ന് വാട്ടിയെടുത്തത് കൊണ്ട് ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ അത് മടക്കിയെടുക്കാനും പറ്റും. ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കുന്ന
ഇഡലി പാത്രത്തിൻ്റെ ഒരു തട്ട് വെച്ചിട്ട് അതിനകത്ത് അടയും വെച്ച് അടച്ചു വെച്ചു. 7-8 മിനിറ്റ് കൊണ്ട് അട റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് കിട്ടി. നമ്മൾ ഇല വാട്ടി അട ഉണ്ടാക്കിയത് കൊണ്ട് ഇതിൻ്റെ ഈ ശർക്കരയൊന്നും പുറത്തേക്കൊന്നും മെൽറ്റായിട്ടൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ശർക്കര പുറത്തേക്ക് വരും. ഇതിങ്ങനെ നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് അട ഉണ്ടാക്കിയത് കൊണ്ട് ശർക്കര പുറത്തേക്കായിട്ട് ഒന്നും ഒഴുകിയൊന്നും അതിൻ്റെ ഇതൊന്നും ഒഴുകി വന്നിട്ടില്ല. ചില സമയത്ത് നമുക്ക് അങ്ങനെ വരും. അപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടില്ലേ, അട നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് ഗോതമ്പ് പൊടിയും ശർക്കരയും തേങ്ങയും മാത്രം വെച്ചിട്ടുള്ള അടയാണ് ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയ ഈ അട നിങ്ങൾ കണ്ടല്ലോ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.